കണ്ണൂർ കായലോട്ടെ യുവതിയുടെ ആത്മഹത്യ SDPI പ്രവർത്തകരുടെ സദാചാര ഗുണ്ടായസത്തിൽ മനംനൊന്തെന്ന് ഉറപ്പിച്ചു പറഞ്ഞു പോലീസ്. സുഹൃത്തുമായുള്ള ബന്ധം മോശമായി ചിത്രീകരിച്ചതിന്റെ ദുഃഖത്തിലാണ് റസീന ജീവനൊടുക്കിയതെന്നാണ് കണ്ടെത്തൽ. മകളെ സദാചാര ഗുണ്ടകൾ നടുറോഡിൽ തടഞ്ഞുവെച്ച് അപമാനിച്ചെന്ന് റസീനയുടെ പിതാവ് പറഞ്ഞു. എന്നാൽ റസീനയുടെ സുഹൃത്തിന് മരണത്തിൽ പങ്കുണ്ടെന്നാണ് അമ്മയുടെ ആരോപണം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പറമ്പായി സ്വദേശിനി റസീനയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സദാചാര ഗുണ്ടകളുടെ മാനസിക പീഡനമാണ് തന്റെ മരണത്തിന് കാരണമെന്ന് എഴുതിവെച്ചാണ് റസീന ജീവനൊടുക്കിയത്. പോലീസും ഇതുതന്നെ സ്ഥിരീകരിക്കുന്നു. റസീനയും സുഹൃത്ത് റഹീസും സംസാരിക്കുന്നതിനിടെ 3 പേർ ആക്രമിച്ചെന്നും ഇവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന ഭയത്താലാണ് ജീവനൊടുക്കിയതെന്നും കുറിപ്പിലുണ്ട്. ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് റസീനയുടെ ബന്ധുവടക്കം അറസ്റ്റിലായ 3 പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 3 പേരും SDPI പ്രവർത്തകരാണ്. ഫോൺ അടക്കമുള്ള തെളിവുകൾ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. സുഹൃത്ത് റഹീസിന് ആത്മഹത്യയിൽ പങ്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികൾ ഒരാൾ ഇതിലെ സ്ത്രീയുടെ ബന്ധു കൂടിയാണ്. അവരും പിന്നീട് ബാക്കിയുള്ള അയാളുടെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭീഷണിപ്പെടുത്തൽ അല്ലാത്തൊരു രീതിയിലേക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മരിക്കേണ്ടി വരില്ല എന്നുള്ളൊരു സാഹചര്യമാണ് സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്, പ്രതിപാദിച്ചിരിക്കുന്നത്. പോലീസിന്റെ കണ്ടെത്തൽ റസീനയുടെ പിതാവും ശരിവയ്ക്കുന്നു. മകളെ നടുറോഡിൽ തടഞ്ഞുവെച്ച് അപമാനിച്ചെന്നും തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. വഴക്കൊക്കെ പറയുമല്ലോ, സാധാരണയാണ്. വഴക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാണം കെടുത്തിട്ട് ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇത്ര അവമാനിക്കുന്നത് എന്തിനായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ നിങ്ങളിവിടെ താമസിക്കില്ല, മക്കളെയും കൂട്ടിയിട്ട് പോരുന്നു. 3 മക്കളാണ്. മക്കളെയും കൂട്ടി അവളെയും കൂട്ടി ഇങ്ങ് പോന്നു. എന്നാൽ പോലീസിന്റെ ഈ വാദത്തിനെതിരെയാണ് അമ്മ. പിടിയിലായവർ നിരപരാധികളെന്നും സ്വർണവും പണവും തട്ടിയെടുത്ത ആൺ സുഹൃത്താണ് ആത്മഹത്യക്ക് കാരണവുമെന്നാണ് ആരോപണം. സംശയിക്കുന്നവർ 1-2 പ്രാവശ്യമായി പോലും കുറേ ആൾക്കാർ ഇവിടെ കാർ കയറി പോകുന്നതാണെന്ന്. കടം ഇഷ്ടം പോലെ കടം കാണുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ പൈസക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്ര പൈസ മേടിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്ര പൈസ മേടിച്ചിട്ടുണ്ട്. അവനോടും പറഞ്ഞിട്ടില്ല, അവളെ ഭർത്താവിനോടും പറഞ്ഞിട്ടില്ല, നമ്മളോടും പറഞ്ഞിട്ടില്ല. പാവം കുട്ടികളിനിപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ചേച്ചിയുടെ മക്കളാണ്. അപ്പോൾ അവരെ നല്ലതിന് വേണ്ടി ചെയ്തത്. മകളുടെ സുഹൃത്ത് റഹീസിനെതിരെ അമ്മ തലശ്ശേരി ASPക്ക് പരാതി നൽകി. സംഭവശേഷം റഹീസ് ഒളിവിലാണെന്നും വിവരമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 3:30-ഓടെ കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ ആൺ സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഒരു സംഘം ചോദ്യം ചെയ്തു. യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ഈ സംഘം മയ്യിൽ സ്വദേശിയായ റഹീസിനെ കയ്യേറ്റം ചെയ്ത് സമീപത്തുള്ള നഴ്സറിക്കടുത്തുള്ള മൈതാനത്തെത്തിച്ചു. 5 മണിക്കൂറോളം യുവാവിനെ കൂട്ടുവിചാരണ നടത്തിയ സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് 8:30-ഓടെ പറമ്പായിലെ SDPI ഓഫീസിലെത്തിച്ചു. ഇരുവരുടെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ SDPI സംഘം തയ്യാറായില്ല. ബന്ധുക്കൾക്കും അയൽവാസികൾക്കും മുന്നിൽ അപമാനിതയായതോടെയാണ് റസീനയുടെ ആത്മഹത്യയെന്ന് പോലീസ് പറയുന്നു. പറമ്പായി സ്വദേശികളായ MC മൻസിലിൽ BC മുബഷീർ, കളിയാന്റെ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻ കണ്ടി ഹൌസിൽ BK റഫിനാസ് എന്നിവരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതിനിടെ വിഷയത്തിൽ SDPI ഇടപെട്ടതിന്റെ തെളിവായി പാർട്ടി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ റസീനയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മധ്യസ്ഥ ചർച്ച നടത്തിയതെന്നും മരണത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും SDPI സംസ്ഥാന നേതൃത്വം അറിയിച്ചു. ന്യൂസ് മലയാളം, കണ്ണൂർ.